ഓരോ ദിവസം ചെല്ലുന്നവരും അനുസരിച്ചുകൊണ്ട് ഈ രാഹുലിനെതിരെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ കൂടിക്കൂടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനു മുമ്പ് റിനിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവരുണ്ടെങ്കിൽ മൊത്തത്തിൽ എന്തുകൊണ്ട് നടന്നതെന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. ഇതേ കണക്ക് ഇവർ പറയുമ്പോഴത്തേക്ക് ഇത് മനസ്സിലാക്കി ഒരുപാട് പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെളിയിൽ വന്ന് കാര്യങ്ങൾ തുറന്നു പറയുന്നുള്ള രീതിയിലായിരുന്നു അവർ ആ സമയത്ത് പറഞ്ഞിരുന്നത്. നേരത്തെ ഇതേപോലെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ രാഹുലിനെതിരെ ഒരുപാട് പേര് ഇതേ കണക്ക് രംഗത്ത് വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം അവർ ഇതേ കണക്ക് രാഹുൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് തെളിവൊന്നുമില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അവരുണ്ടെങ്കിൽ എന്താ കോടതിയിലോ അല്ലെങ്കിൽ കേസായിട്ടോ ഒന്നും പോകാത്തുള്ള രീതിയിലായിരുന്നു ആ രാഹുൽ ആദ്യമായിട്ടൊക്കെ ചോദിച്ചിരുന്നത്. സോ ഇതേ കണക്കുണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പായിരുന്നു ഇതേ കണക്കൊരു സ്ത്രീ വന്നിട്ട് തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഇതേ കണക്ക് രാഹുലാന്ന് പറയുന്നത്. അതിനെ തുറന്ന് കുറച്ച് നാൾ പോവുകയും പിന്നെ ഇതേ കണക്ക് രാഹുലുണ്ടെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല കേസ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെല്ലുന്നതിനനുസരിച്ച് ഇതേ കണക്ക് രാഹുലിനെതിരെ ഒരുപാട് പേര് രംഗത്ത് വരികയാണ്. ഈ ഇടയ്ക്കാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രാൻസ്ജെൻഡർ ഇതേ കണക്ക് വന്നിട്ട് തനിക്കെതിരെ ഇതേ കണക്ക് മോശമായിട്ടുള്ള സംസാരമൊക്കെ ചാറ്റും ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവൻ ചെയ്തിട്ടുള്ള ഒരുപാട് ചാറ്റുകൾ ഇതേ കണക്ക് വെളി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ എന്തായിരുന്നാലും ശരി, ഒരു നല്ലൊരു പണി ചെന്നാണ് ഇതേ കണക്ക് രാഹുൽ പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് ചെയ്യുന്നൊന്നും പറയാനേ പറ്റത്തില്ല. എന്തായിരുന്നാലും ശരി, അവൻ കാണിച്ച ഇതിനകത്തുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെ നടക്കുകയാണ്. എന്തോ എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിലേ മനസ്സിലാവാൻ സാധിക്കത്തുള്ളൂ.